എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഞാനാണെങ്കിൽ ഇന്ന് നമ്മൾ രാവിലെ കാലൊക്കെ തന്നെ എണീച്ച് നമ്മൾ പുതിയൊരു അപ്ഡേറ്റിൻ്റെയും കാലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ പുതിയ അപ്ഡേറ്റിംഗ് കാലൊക്കെ എന്താണെന്നാണെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്ത. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഈ ഒരു അപ്ഡേറ്റിംഗ് കാലൊക്കെ വന്നിട്ട് നമ്മളാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിംഗ് കാലൊക്കെ ചെയ്യാൻ നല്ല രീതിക്ക് അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്. അപ്പം അത് ഞാൻ പുതിയതായിട്ട് വരികയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ആൾവേസ് സോറി ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റിലോട്ട് പോവുകയാണ്. നമ്മളെ പുതിയ അപ്ഡേറ്റിനെ പിന്നെ അല്ലാത്ത കുറേ ഇത് കാട്ടിയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റാളാണ് കേസ് വേണ്ടുള്ളത്. സ്റ്റാള് സ്പെല്ലിങ് ഓക്കെയാണ്. ചിലപ്പോൾ സ്പെല്ലിങ് തെറ്റാൻ ചാൻസ്. എൻ്റെ പൊന്നു മോനടാ, ലക്കി വെജ് ബിരിയാണിയുടെ ആണ് ഗേസ് ഈ സ്റ്റാർട്ടിങ് ആണ്. നമുക്ക് തെള്ളിക്കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല ഗേസ്, കൊള്ളത്തില്ല, തെള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ബിരിയാണി 100 രൂപ ഗേസ്. അപ്പോൾ ഈ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ട് എവിടെയെങ്കിലും നിൽക്കാൻ ഗേസ് കൊള്ളാം ഗേസ്. ഈ ഒരു അപ്ഡേറ്റ് കൊള്ളാം. ഇത് നമ്മളെ ബിരിയാണി സ്റ്റാളാണ് കേട്ടോ ഗേസ്. എൻ്റെ പൊന്നു 249 രൂപ ഗേസ് ഒരു ബിരിയാണിക്ക് ഗേസ്. കൊള്ളാം ഗേസ്. എന്തായാലും എല്ലാം വിശദമായിട്ട് ഇതിനകത്ത് കാണിച്ചിരുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റാള് 1 ആണ് ഗേസ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പൊന്നു ഗേസ്. അപ്പോൾ നമ്മൾ സ്റ്റാൾ 2 ആണ് ഇനി അടുത്തത് ചെയ്യേണ്ടുള്ളത്. അവിടെ എന്താണ് ഗേസ് ഒരു കറക്കം പോലെ ഗേസ്. അടുത്ത പാനിപ്പൂരി, മസാലപ്പൂരി, ചട്നിപ്പൂരി വേണോ അടിപൊളി ഗേസ്. അടുത്ത നമ്മളെ ഈ പാനിപ്പൂരി മസാലപ്പൂരിയുടെയൊക്കെയാണ് കേട്ടോ ഗേസ്. പാനിപ്പൂരി 10 രൂപ പ്ലേറ്റിന് 10 രൂപ ഗേസ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാം. അടുത്തായി നമ്മുടെ എയർപോർട്ടിലും ആളുകൾ പുതിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായി നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ബൈക്കിൽ എല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബൈക്ക് എടുക്കാം. നമ്മളെ ഈ ഒരു ഗോസ്റ്റ് ബൈക്ക് തന്നെ കിടക്കട്ടെ ഗേസ്. അപ്പോൾ ഗോസ്റ്റ് ബൈക്ക് നമ്മൾ പുതിയ അപ്ഡേറ്റിൽ കാണൊക്കെ നമ്മൾ എയർപോർട്ട് വലുതായിട്ടൊന്നും വന്നിട്ടില്ല ഗേസ്. ഇപ്പം എയർപോർട്ട് എന്താണ് എൻ്റെ പൊന്നെ ഇവിടെ വണ്ടി ഇടിച്ചതായിരുന്നു ഗേസ്. ഞാൻ വിചാരിച്ച എയർപോർട്ട് എന്താണ് സംഭവിച്ചെന്ന്. ഇതിവിടെ വണ്ടി ഇടിച്ചതായിരുന്നു ഗേസ്. നമ്മൾ നേരത്തെ തെറിച്ചത് കണ്ടായിരുന്നു. ഗേസ് ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചെന്നറിയാമോ ഗേസ്. എയർപോർട്ട് വല്ല അടിപൊളിയായി കാണുമെന്ന്. ഒക്കെ എയർപോർട്ടിന് ഒരു കുന്തവും സംഭവിച്ചില്ല കേട്ടോ ഗേസ്. അത് വല്ലാത്ത വിഷമമായി. പിന്നെ ന്യൂ ചീറ്റ് കോഡുകളൊക്കെ വന്നായിരുന്നു. എൻ്റെ പൊന്നു മോനടാ, പുതിയ ചീറ്റ് കോഡ്, ഒരു കാറിന് ചീറ്റ് കോഡുകളൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് അതാണ് ഗേസ് പരിചയം. ഇതാണ് ഗൈസ് നമ്മളെ അടുത്ത അപ്ഡേറ്റിൽ ഞങ്ങളൊക്കെ പോകുന്ന ഒരു കാറാണ് കേട്ടോ ഗൈസ്. അപ്പം ഇത് അത്യാവശ്യം അടിപൊളി കാറാണ് ഗൈസ്. അപ്പോൾ ആ കാറിൻ്റെ ചീറ്റ് കോഡ് വേണമെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് 1391 ഈ ഒരു കാറിൻ്റെ ചീറ്റ് കോഡ് ഞങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് കളർ മാറ്റാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ നമുക്ക് അലോയ് മാറ്റാൻ പറ്റുമോ നോക്കാം. എൻ്റെ പൊന്നെ അലോയൊക്കെ മാറ്റാൻ പറ്റുമോ? അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട അലോയ് ഇതാണ്. അടുത്ത നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിൻ്റെ കളർ മാറ്റാനും പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഗൈസ്. ഈ ഒരു വണ്ടി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേണകത്തൊരു ഇൻറ്റീരിയറാണ് കേട്ടോ ഗൈസ് വന്നേക്കുന്നത്. എൻ്റെ പൊന്നു മോനോടാ, അടിപൊളി ഗൈസ്. ഡ്രിഫ്റ്റൊക്കെ അടിക്കാൻ ഗൈസ്. ഇത് പൊങ്ങി ഗൈസ്, എങ്ങനെ പൊങ്ങി ഗൈസ്? കൊള്ളാം ഗൈസ്, അത്യാവശ്യം അടിപൊളിയാണല്ലോ ഗൈസ് ഈ ഒരു വണ്ടി. ഇപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കുന്നതാണേ. എൻ്റെ പൊന്നു മോനടാ, ഇതൊക്കെ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് ഗൈസ്. അടുത്തത് നമുക്ക് സ്റ്റാൾ 3 കാലൊക്കെ നമ്മൾ നോക്കിയില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ഈ വേറെ ഇതും കാലൊക്കെ നമ്മൾ നോക്കിയില്ല. ഈ സ്റ്റാളും കാലൊക്കെ ഈ ഒരു മിസൈലിട്ട പൊട്ടും നമുക്ക് നോക്കാം ഗൈസ്. അപ്പം അതെനിക്കൊരു ഭയങ്കര സംശയമാണ് ഗൈസ്. ഈ ഒരു സ്റ്റാളും കാലൊക്കെ നമ്മൾ മിസൈലിട്ട പൊട്ടുമോ ഗൈസ്? അപ്പം അതാണ് ഗൈസ് നമുക്ക് അടുത്ത ട്രൈ ചെയ്ത് കൊണ്ട് പൊട്ട് ഗൈസ്. എൻ്റെ ഇന്ന് മാറത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ നല്ല രീതിക്ക് ചെയ്തില്ലെങ്കിൽ ഗൈസ് അത് പോത്തില്ല ഗൈസ് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് അടുത്തത് അടിച്ചു നോക്കാം. ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അടിച്ചു നോക്കാം ഗൈസ്. സ്റ്റാൾ 3 നമ്മൾ അടിച്ചു നോക്കിയില്ല. സ്റ്റാൾ 3 എന്താണ് ഗൈസ്? ഇപ്പം ഇതൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റാളാണ് കാണാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. ഐസ്ക്രീമിൻ്റെ ആണ് ഗൈസ്. ഐസ്ക്രീം പെട്ടിയൊക്കെ ഇരിക്കുന്ന ഗൈസ്. കോരിക്കൂട് കണക്ക് ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. അടുത്ത നമുക്ക് സ്റ്റാൾ 4 ഉണ്ടോയെന്ന് എനിക്ക് അറിയണം. എന്തായാലും നമുക്ക് നോക്കാം. ട്രൈ ഗൈസ്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാൾ 3 നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ സ്റ്റാർ 3 അല്ലേ ഗൈസ്? അപ്പോൾ സ്റ്റാർ 5 എനിക്ക് അല്ല, സ്റ്റാർ 4 അല്ലേ? സ്റ്റാർ 4 ഇല്ല ഗൈസ്. അപ്പം ഇത്ര 3 സ്റ്റാളുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം വേണ്ട ഗൈസ്. ഇപ്പോൾ ഈ ഒരു ചേച്ചി കാണുകയാണ് ഗൈസ്. ഇപ്പോൾ ഇത് വിൽക്കാൻ നിൽക്കുന്നത്. ചേച്ചി ഒരു ഐസ്ക്രീം ചേച്ചി ഇതിപ്പോൾ ഈ ചേച്ചി ആണെങ്കിൽ അപ്പോൾ പിന്നെ വേറൊരാൾ ചോദിച്ചായിരുന്നു ഇതുപോലെ നമ്മളെ കാറിന് കാലൊക്കെ നമ്മളെ
ഇവരെ കയറ്റാൻ പറ്റുമോ നമ്മൾ ചോദിച്ചായിരുന്നു. അതിനു മുമ്പ് അവർ മരിച്ചു കേട്ടുണ്ട് കേസ്. അപ്പോൾ കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കുള്ള ആൻസർ തരാൻ കഴിച്ചു. അത് കയറ്റാൻ പറ്റത്തില്ലെന്നാണ്. അപ്പോൾ ന്യൂ അപ്ഡേറ്റ് വല്ലതും വന്നോന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നൊരു വണ്ടി ഇതിപ്പം ആ ഒരു അപ്ഡേറ്റ് വന്നോ നോക്കാം, നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് കാറിൽ കയറാൻ പാടാണ്. കാറിൽ കയറില്ല കണ്ടു. അപ്പോൾ അവർ അയാൾ ഡോർ അടച്ചിട്ടൊക്കെ പോവുകയാണ്. അല്ലാതെ വേറെ ഒന്നും വലുതായിട്ട് അപ്ഡേറ്റിലൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ കേസ്. ഇതാണെങ്കിൽ സ്റ്റാളും പിന്നെ ഈ ഒരു കാറിൻ്റെയും അത്ര കേസ് എൻ്റെ പൊന്നെ വന്നോളൂ. ഇതിനെ പിന്നെ നമുക്ക് നീക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ കേസ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളൊക്കെ വന്നത്. അപ്പം അതുപോലെ തന്നെ ഇനിയും ഇത് കണക്ക് അപ്ഡേറ്റിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ കേസ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ കേസ്. അപ്പം എല്ലാവരും അറിയട്ടെ കേസ് ഈ ഒരു സംഭവം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.